ദൈവം കോപിച്ച് ഈജിപ്തിനെ 10 മഹാമാരികൾ കൊണ്ട് ശിക്ഷിക്കാൻ തുടങ്ങി. ആദ്യം നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറുകയും മത്സ്യങ്ങളെല്ലാം ചത്തുപോവുകയും ചെയ്തു. പിന്നീട് ദശലക്ഷക്കണക്കിന് തവളകൾ നദിയിൽ നിന്ന് പുറത്തുവന്ന് വീടുകളും തെരുവുകളും നിറഞ്ഞു. അവ ചത്തപ്പോൾ പുഴുക്കളും ഈച്ചകളും എല്ലായിടത്തും പടരുകയും ചെയ്തു. ജനങ്ങൾക്ക് അസുഖവും മുറിവുകളും ബാധിച്ച് അവർ രോഗികളായി. ഫറവോന്റെ ഭാര്യയ്ക്കും അസുഖം ബാധിച്ചു. അടിമകളെ മോചിപ്പിക്കാൻ മോശ ഫറവോന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയും അവരുടെ ജീവിതം കൂടുതൽ കർശനമാക്കുകയും ചെയ്തു. വിശപ്പും ക്ഷീണവും കാരണം നിരവധി യഹൂദന്മാർ മരിച്ചു. പിന്നീട് ഒരു പകർച്ചവ്യാധി കന്നുകാലികളെ കൊന്നൊടുക്കി. വിശന്നു വലഞ്ഞ ജനങ്ങൾ ഭക്ഷണം മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഫറവോൻ അവരെ ശിക്ഷിച്ചു. മോശ അവസാനമായി ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയെങ്കിലും ഫറവോൻ അത് അവഗണിച്ചു. തുടർന്ന് ഈജിപ്തിലെ എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരും മരിക്കുമെന്ന് ദൈവം തീരുമാനിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായി വീടുകളുടെ വാതിലുകളിൽ ആട്ടിൻ രക്തം പുരട്ടാൻ മോശ യഹൂദന്മാരോട് പറഞ്ഞു. അന്ന് രാത്രി ഫറവോന്റെ മകനുൾപ്പെടെ ഈജിപ്തുകാരുടെ ഒട്ടേറെ പുത്രന്മാർ മരിച്ചു. ഒടുവിൽ യഹൂദന്മാരെ പോകാൻ ഫറവോൻ അനുവദിച്ചു. 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഫറവോൻ തന്റെ സൈന്യവുമായി അവരെ പിന്തുടർന്നു. മോശ ചെങ്കടലിന്റെ തീരത്തെത്തി പ്രാർത്ഥിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു. യഹൂദന്മാർ സുരക്ഷിതമായി അക്കരെ കടന്നു. എന്നാൽ ഈജിപ്ഷ്യൻ സൈന്യം അവരെ പിന്തുടർന്നപ്പോൾ കടൽവെള്ളം തിരിച്ചുവരികയും അവരെല്ലാം മുങ്ങിമരിക്കുകയും ചെയ്തു. ശേഷം മോശ തന്റെ വീട്ടിലേക്ക് മടങ്ങി. യഹൂദന്മാർക്ക് ഒടുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.